അവിടെ ഇവിടെ നിൽക്കുക, ഞാൻ അല്ലേ അങ്ങോട്ട് നിൽക്കുക, അങ്ങോട്ട് മുത്തേ. ഇന്നത്തെ നമ്മളെ ലൈവിൽ ഫസ്റ്റ് ടോക്സിക് മല്ലുവാണ് കയറിയേക്കണം മുത്തേ. സെനോക്സ് ഫസ്റ്റും കയറി മുത്തേ. ഹായ് മച്ച, ഹായ് 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 മച്ച, ഹായ്ടാ ഹായ്. അവിടെ ലാഗ്, എന്ത് ലാഗ്, എൻ്റെ പൊന്നോ, ലാഗിൻ്റെ അയ്യര് കളി മുത്തേ. ഗ്രാഫിക്സ് ഇട്ടിട്ടുണ്ട്, എന്നാലും നല്ല ലാഗ് അടിച്ചിപ്പം. ഓക്കെ, എന്താ എടാ എല്ലാവരും കാറ് കൊണ്ടുവന്ന് ഇവിടെ ഒതുക്കിയിടേ കേട്ടോ, നമുക്ക് ഈ ഇങ്ങോട്ട് നിൽക്കാം, അത് തന്നെ. ഓക്കെ ഓക്കെ, ഇവിടെ സെറ്റല്ലേ, ഇവിടെ സെറ്റ് മുത്തേ. ഞാൻ അങ്ങനെ, ഇത് കടയല്ലേ എടാ, ഇത് മറ്റേ കടയല്ലേ ഞാൻ വാങ്ങിച്ച. ഓക്കെ 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 ഓക്കെ, എടാ എല്ലാവരും കയറുക, നമുക്ക് എല്ലാവരും കയറുക. ഇത് FF അല്ല, റൂം നമ്പർ വയ്ക്കാൻ. അത് പാസ്വേഡ് ആണ്ട്രാ, അത് എല്ലാവരും വയ്ക്കണ തന്നെ പാസ്വേഡാണ്. ഇല്ലെങ്കിൽ കണ്ട ലൊട്ട റൂമിലോട്ട് നമ്മൾ കയറിപ്പോവും, മനസ്സിലായില്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള റൂം ഇടാൻ നേരത്ത് പാസ്വേഡ് എല്ലാ യൂട്യൂബേഴ്സും വയ്ക്കണം തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ, റൂം പാസ്വേഡ് 77 അപ്പം കയറി വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്നു. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഉണ്ട് മുത്തേ. ആരാ വരണം? എല്ലാവർക്കും വരണുണ്ട് മുത്തേ. റുബക്സ് വന്ന് മുത്തേ. എന്തെല്ലാം റുബക്സ് 6 പേരുണ്ടല്ലോ റൂമിൽ. ഓക്കെ എടാ, മൈക്ക് എപ്പോൾ എങ്ങനെ സീനാവും, എപ്പോൾ എങ്ങനെ ശരിയാവും എന്ന് നമുക്ക് പറയത്തില്ല. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സൗണ്ട് എപ്പോഴെങ്കിലും ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് കുറഞ്ഞങ്ങ് പോകും. എനിക്ക് പഴയ പോലെ ആവും, പക്ഷേ അത് എപ്പോൾ എങ്ങനെ ആവും എന്ന് വെച്ചാൽ നമുക്ക് പറയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടേ കണ്ടോ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് പറയാൻ മുത്തേ. ഹൗ ആർ യു ബ്രദർ? ഫൈൻ ബ്രദർ, ഫൈൻ. ഇടാ സീനൊന്നുമില്ല. യോ മുത്തേ, ഇതാര് എടാ പേരിൻ്റെ സാധനം? ഫോട്ടോ എടുക്കാൻ ഇതിൻ്റെ ആവശ്യം. ആര് മുത്തേ നമ്മളെടുത്ത? സെനോക്സ് വന്നിട്ടുണ്ടല്ല. പ്ലെയർ മല്ലു ഏട്ടൻ ഹാസ് ജോയിൻഡ്. ഓക്കെ ഓക്കെ, എടാ 7 പേര് ഇതിനകം നമ്മൾ റൂമിൽ വന്നിട്ടുണ്ട്. സിക്കി വന്നിട്ടുണ്ടല്ലേ, സിക്കി വന്ന്, സെനോക്സ് വന്ന്. യോ ബ്രദർ, റുബാക്സിൻ്റെ വണ്ടി കൊള്ളാം, ഇത് കൊള്ളാം അല്ലേ? ഇത് ഇത് മറ്റേ വണ്ടിയോ? എനിക്കറിയാം. ജോക്കറാടാ മുത്തേ, ഇത് നൈസ് അല്ലേ? നോക്കട്ടെ ബ്രദറാ, ഇവിടെ നമുക്ക് കുറച്ച് നേരം നിൽക്കാം കേട്ടാ. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് സെറ്റായിട്ട് തന്നെ ഇറങ്ങാം, അതാണ് നല്ല. മറ്റേ എൻ്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, റുബാക്സിൻ്റെ മറ്റേ ജോക്കർ മുത്തേ. എടാ ഈ വണ്ടി 5000 കോയിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് മുത്തേ. നീ എന്നെ താങ്ക് യു ബ്രദർ, അത്ര എനിക്ക് പറയാനുള്ളൂ മുത്തേ. ഉള്ള താങ്ക്സ് മച്ച, താങ്ക്സ്. കീബോർഡൊക്കെ പോയാ? ഇല്ലല്ല ബ്രദർ. എടാ അവ എനിക്ക് ജോക്കറിൻ്റെ വണ്ടി കൊണ്ട് തന്നിട്ടുണ്ടേ മുത്തേ, കാര്യം പറയാല. ഉള്ള താങ്ക് യു ബ്രദർ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട. ഇത് 5000 സംതിങ് കോയിൻ, എത്ര നല്ല കോയിൻ വർത്തി, നല്ല കോയിനുള്ള വണ്ടിയാണ്. അതെൻ്റെ കയ്യിലില്ലായിരുന്നു. താങ്ക്സ് മച്ച, താങ്ക്സ് ഡാ, താങ്ക്സ് ഡാ റുബാക്സേ. എടാ ആരാ എന്നിടെ കയറി വന്ന? കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട. ആ ജോക്കറിൻ്റെ സാധനമുണ്ട്. നമ്മൾ സീരിയസ്. ഓക്കെ സീരിയസ്, കൊള്ളാല്ലേ. ഇതേത് വണ്ടി? സിക്കിര. ഒരു വെറൈറ്റി തോന്നുന്നത് കണ്ടപ്പോൾ, കുഴപ്പമില്ല. ഓക്കെ കൊള്ളാം കൊള്ളാം. ടോക്സിക് മല്ലോ ഡിസ്കണക്റ്റഡ്. ഓക്കെ ഞാൻ ചാടുന്നു കേട്ടോ. കൊള്ളാം, താങ്ക് യു ബ്രദർ കേട്ടോ. എടാ റുബാക്സേ മച്ചാൻ നൻപാ, താങ്ക് യു കേട്ടോ. നീ വണ്ടി അതിന് കേട്ടോ, നീ ഒരുപാട് വണ്ടി തന്നിട്ടുണ്ട്. താങ്ക് യു ടാ മുത്തേ. സൂയി ഓട്ടിച്ച് നോക്കാം. അതിനെ ഓട്ടിച്ച് നോക്കാം. എടാ ചാറ്റ് ചെയ്യാൻ നോക്കാമേ. ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട് നോക്കാം കേട്ടോ. ഒരു മിനിറ്റേ. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യില്ല, ഇൻറ്റീരിയർ ഇപ്പോൾ കാണത്തില്ലല്ലേ. ഓഹോ, റെഡ് സാധനമൊക്കെ ഉണ്ടാ മുത്തേ. എനിക്ക് വേണ്ട നല്ല ഇതാണ് കേട്ടോ, കൊള്ളാം കേട്ടാ. കൺട്രോൾ പോകണം, ഡ്രിഫ്റ്റിനായി പോകണം കേട്ടാ. കൊള്ളാം അല്ലേ? ഉറ്റ പൊന്നെ സീൻ സാധനം. ഇവിടെ നിന്ന് പോകണ്ട, ഇവിടെ തന്നെ വളച്ച് നോക്കണേ. കാരണം ഇവിടെ നിന്ന് പോയാൽ അവന്മാരെല്ലാം കൂടെ പിന്നാലെ വരും. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസടാ, നൈസ് സാധനം, നൈസ്. നല്ല പവറുണ്ട് കേട്ടോ അതിന്. ഈ വണ്ടിക്ക് ഇത്രയും പവറൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇത് നല്ല ഉണ്ട്. നൈസറാ, നൈസ് സാധനം, നൈസ്. എത്തി ഫ്രണ്ടിലോട്ട് ഇടാം. ഡബ്ല്യു വണ്ടി ഫ്രം വേൾഡ് സെയിൽ. ആധാർ റൈറ്റോ? ഓർഡർ ഓഫ് ദിസ് കാർ ആസ് ലെറ്റ്. ഓർഡർ ഓഫ് ആധാർ റൈറ്റോ? എന്ത് പറയണ മുത്തേ, മനസ്സിലായില്ല. കൊള്ളാം, വണ്ടി കൊള്ളാമേ റുബക്സേ, വണ്ടി കൊള്ളാമേടാ റുബക്സേ. കാർ ഡബ്ല്യു മുത്തേ. ഞാൻ ഇവിടെ നിൽക്കുമല്ലേടാ, നിങ്ങൾ ഇതാക്കായി. ഞാൻ അങ്ങോട്ട് പോട്ട്. ഞാൻ ഒരിക്കലും ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് അയക്കുന്ന നേരത്ത് റുബക്സേ വണ്ടി ഡബ്ല്യു കാർ. മല്ലു ഏട്ടൻ ബ്രദേഴ്സ്. എടാ എത്ര പേര് നമ്മളെ ലൈവ് കണ്ട് നമ്മളെ കാണാൻ നമ്മളെ ഇതിൽ വരാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട് മുത്തേ. താങ്ക് യു ഗായ്സ്, താങ്ക് യു ലൈവ് വന്നതിനൊക്കെ.
താങ്ക് യു ബ്രദർ. തമ്പനയിൽ സെറ്റാക്കാം. അവിടെ എൻ്റെ പ്രോഫിറ്റ് മുത്തേ, എൻ്റെ പ്രോഫിറ്റടാ. എടുക്കണം കേട്ടോ, അതെടുക്കണം. മാഫിയ ഹസൻ ടൈയാ. എന്തൊരു ടൈയാടാ മുത്തേ? ബ്രോ ഏട്ടാ, ഈ യൂട്യൂബ് ചാനൽ എങ്ങനെയും ഒരു 50 സബ് ആക്കി തരാമോ? ഇത് നമ്മൾ നമ്മളങ്ങനെ ഞാൻ പറഞ്ഞ ചുമര് ചെയ്യണമെന്നൊന്നുമില്ല മുത്തേ. അതുപോലത്തെ ഇഷ്ടമല്ലേ മുത്തേ. നിൻ്റെ നല്ല കണ്ടൻ്റ് ആണെങ്കിൽ എല്ലാവരും നിന്നെ സപ്പോർട്ട് തരുമോടാ. എൻ്റെ അങ്ങനെയാണ് മുത്തേ. അതെ റെഡ് ബോക്സ് ബ്രോ, ഞാനാണോ ആ റാപ്പ് DX? ഓടാ. ഓ എടാ, ഇവന് റിപ്ലൈ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ലൈവ് ഇട്ടത്. ഇന്ന് എനിക്ക് കമൻറ്റാണ് ഇട്ടിരുന്നോണ്ട് ഏട്ടാ. ഒരു 2-3 വീഡിയോയിൽ ഞാൻ ആദ്യത്തെ 1-2 കണ്ടില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഒരു 2-3 കമൻറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ അതൊരു വീഡിയോയിൽ ഇവൻ്റെ കമൻറ്റ് റിപ്ലൈ കൊടുത്തായിരുന്നു. ലൈവ് ഇടാൻ നോക്കാൻ വെച്ചാനെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ലൈവ് ഇട്ടില്ല. ഞാൻ ഒരു സെക്കൻഡ് മനസ്സ് വിചാരിച്ചാണ് ഇടണോ, ഈ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കുമല്ലേ. ചുരുക്കി പറഞ്ഞ് ഇവൻ പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. ഇവൻ്റെ വാക്ക് നമ്മൾ പറഞ്ഞില്ല ഇടാന്ന്, അതുകൊണ്ടാണ് ഇട്ടത് മുത്തേ. ഓക്കെ, അവൻ്റെ വണ്ടി കൊള്ളാം. ഹസൻ നന്മനല്ലേ? ഹസൻ നന്മൻ്റെ ഇത് മുൻപേ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. റുബെക്സ് കൊള്ളാമല്ലേ? ഇത് മറ്റേ എനിക്കറിയാം. ഇത് ഇതെൻ്റെ ഉണ്ടാ. ഇതിൻ്റെ വേറൊരു മോഡൽ എൻ്റെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കൊള്ളാമല്ലേ? ഇതേന്ന് എടാ എല്ലാവരും വന്നിട്ടുണ്ട്. എത്ര പേര് റൂമിൽ ഒന്ന് എടാ 8 പേര്. നമ്മളെ ടിപ്പു TV മുത്തേ. ടിപ്പു TV ഇതൊക്കെ എടുക്കില്ല ബ്രോ. CPM അക്കൗണ്ട് കൊടുക്കുന്നുണ്ടോ? എടാ ഇല്ല. നമ്മളങ്ങനെ അക്കൗണ്ട് സെയിലിങ്, അക്കൗണ്ട് വാങ്ങി കളിക്കണ അക്കൗണ്ട് മറ്റേ അവരെ കളക്ഷൻ കയറി നോക്കി റിവീൽ ചെയ്യണ പരിപാടി അങ്ങനെയൊന്നും ഇല്ലടാ മുത്തേ. നമ്മളല്ലാതെ നമ്മൾ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് റൂമിൽ പോയിട്ട് ചില പലയിടത്തൊക്കെ പോയി ഫോട്ടോ എടുക്കും. അങ്ങനെയാണ്. അല്ല നമ്മൾ മീറ്റപ്പ് പോലും വയ്ക്കാറില്ല. മനസ്സിലായില്ലേ? കൊള്ളാം. SRT എടാ, ഈ വണ്ടി ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള പോലെ അല്ല. കൊള്ളാം. അത്യാവശ്യം കൊള്ളാം. കുഴപ്പമില്ല, അത്യാവശ്യം മോശമൊന്നുമല്ല. ഇതെന്തൊരു സാധനം മുത്തേ? ഇതെനിക്ക് റിച്ച് മച്ചാൻ തന്നതിൻ്റെ വേറൊരു സാധനം. അത് തന്നെ, റിച്ച് മച്ചാൻ തന്നതിൻ്റെ വേറൊരു വണ്ടി. കൊള്ളാം. സിക്കിയില്ല. ഓക്കെ. മച്ചാൻ ഡാൻസ് കളിക്കും. എടാ, എൻ്റെ കുറച്ച് ഫോട്ടോ എല്ലാം സെറ്റാക്കാം. അത് തന്നെ, ഫോട്ടോ നമുക്ക് സെറ്റാക്കണം. 2-3 ഫോട്ടോ എടുത്ത് നമ്മൾ കടയിൽ കയറാം. അത് തന്നെ, കടയിൽ കയറാം. എടാ എൻ്റെ എന്തൊരു ആരൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് വരണല്ലേ മുത്തേ. ഹായ് മച്ച, ഹായ്. എടാ, നമ്മളെ പരമാവധി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണമുണ്ട്. ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒട്ട പറയില്ലേ മുത്തേ. കാരണം നമ്മൾ ഒരാളല്ലേ മുത്തേ എല്ലാം ചെയ്യണം. അതിൻ്റെതാണ് എന്തോന്ന് കാണിക്കണം ലൊട്ടെന്നാ. ഇതാര്? അയ്യോ, ഇതാര്? വണ്ടി ഇടിച്ച് മറിഞ്ഞല്ലേ മുത്തേ. അവന്മാരെങ്ങാട്ടിക്കായിട്ട് സംസാരിക്കണം മുത്തേ. ഇതൊക്കെ നടക്കണം എന്നാണ്. എടാ, എത്ര പേരല്ലേ റൂമിൽ വന്നേക്കണ? എടാ, ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ ഇത്രയും പേരും വന്നേ കേട്ടാ. ബ്രോ എൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്യണമെന്നാ. എടാ, നേരത്തെ ചാറ്റി പറഞ്ഞാണാ. എടാ, നീ നല്ല കണ്ണഞ്ചിട്ടാ എല്ലാവരും തന്നെ സബ് ചെയ്യണം. മുത്ത എൻ്റെ വണ്ടി ഇടിച്ച് മറിച്ചോളാം. ഇത് ആരിത്? വണ്ടി കയറി ഫ്രണ്ടിലോട്ടാകട്ടെ. മച്ചനെ ആട്ടോ ഷോ എപ്പോഴാ വയ്ക്കുക? നമ്മളെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലേ. അങ്ങനെ ആട്ടോ ഷോ വയ്ക്കാമെന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. എല്ലാം നോക്കാം. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും വയ്ക്കാവുന്ന രീതിയിൽ എന്തായാലും നമുക്ക് പറയാം. വയ്ക്കുമ്പോൾ കണ്ടോ, വയ്ക്കുവാണെങ്കിൽ അപ്പം കണ്ടോ. ചെയ്യൂ എന്ത് ചെയ്യുന്നു? എടാ വാ എല്ലാവരും വാ, കടയിൽ കയറാം. വാ 2-3 ഫോട്ടോ കിട്ടിയെന്ന് തോന്നുന്നു. അത്യാവശ്യം കൊള്ളാം. വണ്ടി എല്ലാം ഇങ്ങനെ ഒന്ന് മറ്റേ പോലെ നേരെ ആയിട്ട് കിടക്കണമെങ്കിൽ W അല്ലേ. ഡ്രൈവ് തിരുവുന്നാ ടിപ്പു വൈറ്റിയാണ് നെയിം. എടാ, ടിപ്പു വൈറ്റി നീ ഇപ്പോൾ ലൈവ് കാണുവാണെങ്കിൽ വേണ്ട, ഈ ലൈവ് എൻ്റെ ആക്കുമല്ല. ഞാൻ 2 മണിക്കൂറൊക്കെ ആയിരിക്കും സ്ട്രീം ചെയ്യണം. അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആക്കാം. അപ്പോൾ ഈ ലൈവിൻ്റെ താഴെ ആ ചാനൽ വെച്ചൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ കയറി നോക്കാടാ. അല്ലാതെ സെർച്ച് ചെയ്താലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ മുത്തേ. അവൻ കടയിൽ കയറി ഭക്ഷണം കഴിക്കാം. വാ ടിപ്പൂസ് TV. ഓക്കെ. കടയിൽ പോയി ചായ കുടിക്കുക. അത് തന്നെ, ചായ കുടിക്കാൻ വാ എല്ലാവരും വാ. എടാ, ഞാൻ ഇപ്പുറത്തായി പോയി. അയ്യോ, ഞാൻ അപ്പുറം സൈഡിൽ പോകാം. ഇപ്പുറത്തായി പോയി. വാ എല്ലാവരും കയറുക. കടയിൽ വാ മുത്തേ. എല്ലാവരും കടയിൽ കയറുക. നമുക്ക് ചായ കുടിച്ച് മണ്ണും കഴിച്ചിട്ട് പോവാം. എന്തായാലും നമ്മൾ ട്രിപ്പൊക്കെ അടിക്കണമല്ലേ. അപ്പോൾ ഇടയ്ക്ക് വിശക്കൂലേ മുത്തേ. എടാ, ഇവിടെ ആയിപ്പോടാ. ഞാൻ മുത്തേ അപ്പുറം സൈഡാണ് ഇറങ്ങേണ്ട. എല്ലാവരും ഈ സൈഡ് വാ. മാറിക്കും. ഇവിടെ കൂടെയാണ് നമ്മൾ കയറേണ്ട. മറ്റേ സ്റ്റാഫ്സ് ഉള്ള ഇടമാണ്. മാഫിയ വാണ്ട് ടു സെൻഡ് യു. താങ്ക് യു മാഫിയ ബ്രദർ. ഇവിടെയാണോ? ഇവിടെ തന്നെ തോന്നുന്നു. ഇവിടെ തന്നെ. ടോക്സി മല്ലു വാണ്ട് ടു സെൻഡ് യു. ഇത് എത്ര രൂപ? 4,500,000 രൂപ. ഓക്കെ. താങ്ക് യു ടോക്സിക് മല്ലു ബ്രദർ. താങ്ക് യു.
താങ്ക് യു ഗൈസ് എവരി വൺ, ലവ് യു ഗൈസ്. ഹാപ്പി മുത്തേ, ഹാപ്പി എടാ, ഹാപ്പി മച്ച, ഹാപ്പി ആക്കിയടാ മുത്തേ, ഹാപ്പി. താങ്ക് യു താങ്ക്സ്. ഓക്കെ മുത്തേ വല്ലതും കഴിക്കാം, വിശന്നിട്ട് വയ്യ. പിന്നെ ചേച്ചി വല്ല തിന്നാൻ നല്ല എന്താ എടാ മുത്തേ എല്ലാവരും കയറി പാടാം. നിങ്ങൾക്കാർക്കും വിശപ്പില്ല മുത്തേ, നിങ്ങൾ എന്ത് കാണിക്കുന്ന? വടയും ചായയും കുടിക്കാം. ഓക്കെ അത് തന്നെ, നമ്മളെന്തായാലും ഉള്ള നമുക്കല്ലേ ബിരിയാണിയാണ് കഴിച്ചാൽ അവലും ഇവിടെ നോക്കട്ടെ. ഇവിടെ എടാ മറ്റേ ഓർഡർ ലിസ്റ്റ് കിടക്കൂല, അവിടെ എന്തെങ്കിലും നല്ല നോക്കി കഴിക്കാം. എടാ ഇതൊക്കെ കൊള്ളാമോ? ഇത് റെഡ് റോക്ക്, നല്ല ആയിരുന്നാൽ മതിയായിരുന്നു. റെഡ് ബോക്സ് അവിടെ കടയിൽ കയറുക മുത്തേ. എന്തിനാ ഒന്നേക്കല്ല. PL 810. താങ്ക് യു PL മുത്തേ, താങ്ക് യു. കടയിൽ വെയിറ്റ് ബ്രോ, ഒരു സർപ്രൈസ് ഉണ്ട്. ഓടാ മച്ച ഓടാ. എടാ താങ്ക്സ് PL ബ്രോ. എല്ലാവർക്കും കൂടെ നമ്മൾ എങ്ങനെയാ പട റിപ്ലൈ കൊടുക്കണം? ഇതിലിപ്പോൾ നമ്മളെ നൻപന്മാർ ഇതേതിലോട്ട് കളി നടന്നു പോണാ? ഇത് ബോട്ട് പ്ലെയേഴ്സ് അല്ലേ ഇവന്മാർ? ഈ കടരകത്തുണ്ട്, പക്ഷേ ഇവന്മാരെ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല മുത്തേ. ഇവന്മാർ ഓഫാണല്ലോ, പിന്നെ എന്ത് കടരകത്തമാരെ കാണിക്കണ? എന്തെല്ലാം മുത്തേ നടക്കണം ബ്രോ? ഞെട്ടിക്കൽ ബിരിയാണി കഴിക്കാം. അത് തന്നെ മുത്തേ, ഞെട്ടിക്കൽ ബിരിയാണി മുത്തേ, അത് തന്നെ. നീ പറഞ്ഞു തന്നാ ഏട്ടാ. ഇവിടെ ഞെട്ടിക്കൽ ബിരിയാണി എന്തായാലും കാണും. അത് തന്നെ. ഇതെന്തൊരു സാധനം, ഇതെന്തൊരു തൊട്ടാ, ഇത് വേറെ എന്തൊരു തൊട്ടാ. അത് തന്നെ ചേച്ചി, നമുക്ക് ഞെട്ടിക്കൽ ബിരിയാണി വേണം. അടാ അത് റുബക്സ് അല്ലേ മുത്തേ? ഇപ്പം നേരെ റുബക്സ് പെട്ടെന്ന് നമ്മളെന്ന് അവന് വെയിറ്റ് ചെയ്യാൻ വേണം. ആദ്യം ചെന്ന് കയറി മുത്തേ ആദ്യം നമ്മൾ. ഇതെന്തിന്? നോക്കട്ടെ ഓർഡർ ഫുഡ് എന്നാ ഞെട്ടിക്കൽ ബ്രോ. റുബക്സ് എന്താ മരങ്ങാട്ട് ചാറ്റാക്കണം. നീ എന്തായാലും ഞാൻ കടയിൽ പോയി നോക്കട്ടെ. എവിടെയും പോയി ഇരിക്കാൻ പറ്റൂല, അതാണ്. പക്ഷേ ഇരിക്കാൻ പറ്റുന്നേ കൊള്ളായിരുന്നു അല്ലേ? ഈ കസേര കയറി ഇരിക്കാൻ പറ്റുന്നേ കൊള്ളായിരുന്നു. ഇതാടാ ഈ ബോട്ടുകളെ കടയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എടാ അതിൻ്റെ പൈസ വരുമാനമാണ്. എടാ ഈ കടയിൽ ഞാൻ പങ്കാളിയാണ് കേട്ടാ. ഈ കടയിലെ പാതി ഓണർ ഞാനാണ്ട് ചെയ്യണം. അതാണ് എനിക്ക് കണ്ട വെളിയിൽ ആ ഒരു പച്ച നമ്പർ കൊണ്ട് കണ്ടത്. അത് ബിസിനസ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഞാൻ എടുക്കാൻ പോയിട്ടില്ല. എടാ ഇത് പ്ലെയറാണോ? അല്ല പ്ലെയർ അല്ല. എടാ അവനിരിക്കാൻ പറ്റി, എനിക്കിരിക്കാൻ പറ്റൂലേ? എടാ അവനിരിക്കാൻ പറ്റി മുത്തേ, എനിക്കിരിക്കാൻ പറ്റില്ല. ഇതാരി കടയിലകത്തൊരു പുഷ്പെടുക്കണം മുത്തേ. ഞെട്ടിക്കൽ എടുക്കട്ടാ മുത്തേ. ഞെട്ടിക്കൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണം. കുടൽ കരിയാനാണ് മുത്തേ ഇത്. ഇത് പ്ലെയറാണോ? അല്ലല്ല, ഇത് പ്ലെയറല്ല. ഇത് നമ്മളെ നൻപന്മാരല്ലേ എവിടെ? ഇത് പ്ലെയറാണോ? ഇത് പ്ലെയർ അല്ലെന്ന് തോന്നുന്നു. അല്ല പ്ലെയറാണ്. ഇങ്ങനെ ലുക്ക് പ്ലെയറിനല്ലേ? എടാ ഞെട്ടിക്കൽ ബിരിയാണി എല്ലാവരും കിട്ടും കേട്ടാ, അലമ്പാക്കണ്ട. നമുക്ക് ഞെട്ടിക്കൽ ബിരിയാണി കഴിച്ചിട്ട് തന്നെ പോവാം. ഇതെന്തോന്ന്? ഇത് എവനല്ലേ? റുബക്സ് ഞെട്ടിക്കൽ ബിരിയാണി കിട്ടാതുകൊണ്ട് ഇവിടെ നിൽക്കണം മുത്തേ. നോക്കട്ടെ മുത്തേ. എന്തായാലും നമ്മളെ ഞെട്ടിക്കൽ ബിരിയാണി കിട്ടിയില്ലേ? എന്ന് തോന്നുന്നു. ട്രിപ്പ് പോവാടാ മുത്തേ. പോവാം വെയിറ്റ് ആക്കേ. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം, ഫുഡ് കഴിച്ചിട്ട് പോവാം. ചേച്ചി ഞെട്ടിക്കൽ അതെൻ്റെയാണ് തോന്നുന്നു. പോയിരുന്നിടത്തോട്ട് അതൊന്ന് കഴിക്കാം. ഓക്കെ കഴിക്കും തന്നെ. പോവാം. കിട്ടി. എടാ മുത്തേ എനിക്ക് കിട്ടി മുത്തേ, ഞാൻ കഴിച്ച് മുത്തേ. എനിക്ക് ഞെട്ടിക്കൽ ബിരിയാണി കിട്ടിയിട്ടുണ്ടേ മുത്തേ. നമ്മളവിടെ പോയിട്ട് ഞെട്ടിക്കൽ ബിരിയാണി പറഞ്ഞപ്പോൾ അവൾ ടോന്നാക്കിയിട്ട് ഞെട്ടിക്കൽ ബിരിയാണി ഇങ്ങനെ എടുത്ത് തന്നു മുത്തേ. മനസ്സിലായില്ലേ? ടോന്നാക്കി അവൾ. നല്ല നമ്മൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു മുത്തേ. പക്ഷെ റേറ്റ് കൂടുതലടാ. ഒരു ടോയ്ക്കാണ് നല്ല പൈസ മുത്തേ. ഉള്ള കാര്യം പറയാല്ലേ. ഇതെന്തോ സാധനം? എടാ എനിക്കിരിക്കത്തില്ലടാ ഈ ഇതാരും ഇരിക്കണം. ഈ ബോട്ടുകൾക്ക് ഇരിക്കാൻ നമുക്കിരിക്കത്തില്ല മുത്തേ. എടാ എന്താണെന്ന് വെളിയിലോട്ട് ഇറങ്ങത്തില്ലേ? ചേച്ചി ഒരു ചായ. ഇതൊക്കെ എമ്മന്മാർ ഇവിടെ നോക്കണ കൊള്ളാല്ലേ? എന്തായാലും നമ്മൾ ഞെട്ടിക്കൽ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അണ്ണന് ഞെട്ടിക്കൽ ബിരിയാണി കൊടുത്തില്ല, എല്ലാത്തിനെയും വെട്ടു. മുത്തേ വയലൻസ് വേണ്ട, വാ അമ്മ കിട്ടി. ഞെട്ടിക്കൽ ബിരിയാണി കിട്ടിയടാ മുത്തേ. കുറച്ച് വെയിറ്റ് ആകേണ്ടി വന്ന്, പക്ഷെ അമ്മ കിട്ടി, സാധനം കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മളെ പാതി കടയല്ലേടാ മുത്തേ, നമുക്ക് എന്തായാലും കിട്ടും. നീ വയലൻസ് ഒന്നും വേണ്ട, ഇനി വാ മുത്തേ. അവിടെ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, കഴിച്ചെങ്കിൽ വാട്ടെ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് ചൊറിയില്ല കൊണ്ട്. പിന്നെ സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഇത്രയും വണ്ടി ഇങ്ങനെ കിടക്കണ കാണാൻ തന്നെ എന്ത് ഡബ്ല്യു അല്ലേ മുത്തേ. അത് തന്നെ ഒരു മനോഹരമായിട്ടുണ്ട് മുത്തേ. ഉള്ള കാര്യം പറയല്ലേ.
എടാ ഞാൻ എൻ്റെ വരുമാനം എടുത്തോട്ടെ, ഒരു സെക്കൻഡ് വരുമാനം ഒന്ന് എടുത്തോട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ വണ്ടി കയറി വരുമാനം എടുത്തിട്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ എവിടെ നിന്ന് വെച്ചാൽ പോവാം. ഇവിടെ എങ്ങോട്ട് പോകാമത്തെ എനിക്ക് ഇവിടെ അല്ലേ, ഇവൻ എവിടെയല്ലേ ഉള്ള, ഇവിടെ നിന്ന് നമുക്ക് കണ്ട ഇങ്ങോട്ട് പോയാലാ, ഇങ്ങോട്ടൊരു സ്ഥലമുണ്ട്, ഒരു സ്ഥലം എനിക്കറിയാം. പക്ഷെ അവിടെ പോകണമെങ്കിൽ ഇത്തിരി എനിക്ക് 2-3 കാര്യങ്ങൾ അവിടെ പോയി ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ പോകണമെങ്കിൽ അന്ന് മറ്റൊരു സ്ഥലത്ത് പോയില്ല, അതേപോലെ മുത്തേ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 1 10 100 1000 14 ലക്ഷമോ 2 ലക്ഷം രൂപ കിട്ടിയാൽ മുത്തേ നൈസ്.